ഈ മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് തെളിഞ്ഞു. അയാൾ വെറും $10 കാസിനോയിലെത്തി. കാശ് തന്റെ പണം നാണയങ്ങളാക്കി മാറ്റി. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു. മിസ്റ്റർ ജോൺ പതുക്കെ ഒരു വൃദ്ധന്റെ അടുത്തേക്ക് നടന്നു. വൃദ്ധൻ ഒരു സ്ലോട്ട് മെഷീനിൽ ഒരു നാണയം ഇടുന്നത് അയാൾ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ആ വൃദ്ധൻ ഹലോ എന്ന് വിളിച്ചു. മെഷീനിൽ നിന്ന് നാണയങ്ങൾ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അപ്പോൾ ജോൺ മറ്റൊരു സ്ലോട്ട് മെഷീൻ കണ്ടു. നേരിയ തിളക്കമുണ്ടായിരുന്നു. അതിൽ നിന്ന് അയാൾ തെരഞ്ഞെടുക്കുമെന്ന് ചിന്തിക്കാതെ തന്നെ ആ മെഷീൻ വന്ന് ഇരുന്നു. അതേ കാര്യം. ഒരു നാണയം പുറത്തെടുത്തു. വിരലുകൾ കൊണ്ട് അത് മെഷീനിലിട്ടു. ഉച്ചത്തിൽ ഹലോ എന്ന് വിളിച്ചു. അപ്പോൾ പെട്ടെന്ന് ജാക്ക്പോട്ട് ശബ്ദം വന്നു. ധാരാളം നാണയങ്ങൾ പുറത്തു വന്നു. തിളക്കം ഇപ്പോൾ മറ്റൊരു മെഷീനിലേക്ക് മാറിയിരിക്കുന്നതായി അയാൾ കണ്ടു. അവൻ പുറത്തെടുത്തു. അവന്റെ രണ്ടാമത്തെ നാണയം അതേ രീതിയിൽ തടവി. പുതിയ മെഷീനിലിട്ടു. വീണ്ടും ഹലോ എന്ന് വിളിച്ചു. വീണ്ടും അയാൾ ജാക്ക്പോട്ടിൽ അടിച്ചു. ഒരു വെയിട്രസ് വന്നു. നിങ്ങൾ ഇപ്പോൾ $30,000 നേടി എന്ന് പറഞ്ഞു അവനെ അഭിനന്ദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകാതെ ജെ ഞെട്ടിപ്പോയി. അപ്പോൾ അയാൾ ആ തിളക്കം വീണ്ടും കണ്ടു. മറ്റൊരു മെഷീനിലേക്ക് നീങ്ങുന്നു. അടുത്തുള്ള ഒരു വൃദ്ധ അവനെ മുന്നറിയിപ്പ് നൽകി. അവിടെ പോകരുത്. പക്ഷേ ജോൺ ശ്രദ്ധിച്ചില്ല. അയാൾ ഗ്ലോയെ പിന്തുടർന്ന് അടുത്ത മെഷീനിലേക്ക് പോയി. അവൻ തന്റെ മൂന്നാമത്തെ നാണയം എടുത്ത് അതിലിട്ടു. അതേ മാന്ത്രിക വാക്ക് പറഞ്ഞു ഹലോ. വീണ്ടും ജാക്ക്പോട്ട് വൃദ്ധയെ തട്ടി. രഹസ്യം മനസ്സിലായി. അവൾ പെട്ടെന്ന് അടുത്തുള്ള മെഷീനിൽ ഇരുന്നു. അയാളുടെ രീതി പകർത്തി. അവൾ ജാക്ക്പോട്ട് അടിച്ചു. കാസിനോ ഉടമ എല്ലാം വീക്ഷിച്ചു. ഒരു മൂലയിൽ നിന്ന് അയാൾ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഇപ്പോൾ ജോൺസ് ജാക്ക്പോട്ട് 25 തവണ അടിച്ചു. അവൻ അതേ കാര്യം ചെയ്യുമ്പോൾ നാണയം തടവുക. അത് മെഷീനിലിട്ട് ഹലോ എന്ന് പറഞ്ഞു. ഉടമ ഭയന്നു. ഈ മനുഷ്യൻ നിർത്തിയില്ലെങ്കിൽ കാസിനോ മുഴുവൻ കാലിയാക്കുമെന്ന്. അപ്പോൾ വൃദ്ധ സ്ത്രീ ചോദിച്ചു ജയോട് അടുത്തതായി ഏത് യന്ത്രം വിജയിക്കും? ജോൺസ് തിളങ്ങുന്ന യന്ത്രത്തിലേക്ക് വിരൽ ചൂണ്ടി. സ്ത്രീ OIT അവിടെ ഇരുന്നു നന്ദി പറഞ്ഞു. ജോണിന് ഇപ്പോൾ ജോൺ പണമൊന്നും എടുക്കാതെ പോകാൻ തുടങ്ങി. പക്ഷേ ഒരു സ്റ്റാഫ് അംഗം അയാളെ തടഞ്ഞു നിർത്തി നേരെ ഉടമയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവൻ ഉടമ ഒരു വലിയ ബാഗ് നിറയെ പണം പുറത്തെടുത്ത് ജോണിന് കൊടുത്തു. അയാൾ പറഞ്ഞു എനിക്ക് ഒരു കാര്യം വാഗ്ദാനം ചെയ്യൂ. ഇനി ഒരിക്കലും എന്റെ കാസിനോയിലേക്ക് വരില്ല. എന്നിട്ട് അയാൾ ഒരു ഡ്രൈവറെ വിളിച്ച് ജോൺ വീട്ടിലെത്തിയ ഉടൻ വീട്ടിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവന്റെ ഭാര്യ വാതിൽ തുറന്നു. കോപത്തോടെ അവനെ ശക്തമായി അടിച്ചു. ബാഗ് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. എന്നിട്ടും അവൾ അത് തുറന്നപ്പോൾ അവളുടെ ഉള്ളിൽ പണക്കെട്ടുകൾ കണ്ടു. ജോൺ കാസിനോയിലെ ജാക്ക്പോട്ടിൽ ശരിക്കും ഇടിച്ചിട്ടുണ്ടെന്ന് അവൾ മനസ്സിലാക്കി.